ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞ് ഒന്നും കൂടെ റീവാച്ച് ചെയ്യുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു സിനിമയാണ് ദ വേലി. ഹൊറർ മിസ്റ്ററി എന്ന ജോണറിനോട് 100% നീതി പുലർത്തി ഒരു ജംപ് സ്കെയർ സീൻ പോലും ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായി പീഡിപ്പിക്കുന്ന ഒരു സീൻ പോലും ഇല്ലാണ്ട് വളരെ മികച്ചൊരു ഹൊറർ ഇവർ ഈ സിനിമയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൊറിയയിലെ ഒരു ഗ്രാമത്തിലെ കുടുംബങ്ങളിൽ ദുർമരണങ്ങൾ നടക്കുന്നു. അത് അന്വേഷിക്കാനായി വരുന്ന പോലീസുകാരന് ആ നാട്ടിൽ വന്നു ചേർന്ന ഒരു ജപ്പാൻകാരനാണ് ഇതെല്ലാം പിറകിലെന്ന് മനസ്സിലാവുന്നു. ആ ജപ്പാൻകാരൻ്റെ പിറകെ പോകുന്ന പോലീസുകാരൻ്റെ വീട്ടിലും സെയിം സംഭവങ്ങൾ നടക്കുന്നു. ഇതാണ് ഈ സിനിമയുടെ പ്ലോട്ട്. എന്നാൽ ഈ സിനിമയുടെ പ്ലോട്ടിനെ എത്രത്തോളം ഗ്രൗണ്ടഡ് ആക്കി എടുക്കാമോ അത്രത്തോളം ഗ്രൗണ്ടഡ് ആക്കിയാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. മാത്രവുമല്ല, മാക്സിമം ഹൊറർ എലമെൻറ്റുകളും ഇവർ ഈ സിനിമയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു സോംബിപ്പടമാണെന്ന്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ തോന്നും ഇതൊരു ദുർമന്ത്രവാദിൻ്റെ കഥയാണെന്ന്. നമ്മുടെ സംശയങ്ങളെല്ലാം മാറിക്കിട്ടുന്നത് ആ ക്ലൈമാക്സിലെ റിവീലിലാണ്. ആ ക്ലൈമാക്സിലെ റിവീൽ പോലും വളരെ സിമ്പിളാക്കി, എന്നാൽ കാണുന്ന പ്രേക്ഷകനെ മുഴുവൻ ഹോണ്ട് ചെയ്യുന്ന രീതിയിലാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. അത്രത്തോളം മികച്ചതാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ മഴയ്ക്കും ഇടിമിന്നലിനും പോലും അതിൻ്റേതായ സ്ഥാനങ്ങളുണ്ട്. ഈ സിനിമ വളരെ സ്ലോ പേസിലാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് പല ഭാഗങ്ങളും നമുക്ക് സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നും. എന്നാൽ നമുക്ക് സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നുന്ന പല ഭാഗങ്ങളും ഈ സിനിമയുടെ ക്ലൈമാക്സിൽ വന്ന് കണക്റ്റഡ് ആവും. 2016 പുറത്തിറങ്ങിയ ഈ കൊറിയൻ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നാഹോങ് ജിൻ ആണ്. നാഹോങ് ജിന്നിന് ഈ സിനിമയിലൂടെ 11th ഏഷ്യൻ ഫിലിം അവാർഡിൽ മികച്ച ഡയറക്ടർക്കുള്ള പുരസ്കാരവും കരസ്ഥമായി. നിങ്ങളൊരു ഹൊറർ മിസ്റ്ററി സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായും കണ്ടു നോക്കേണ്ട ഒരു സിനിമയാണിത്. ഈ സിനിമ നിങ്ങൾ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക.